സോ മിഡ് വീക്ക് എവിക്ഷൻ വഴി ഈ 11ാമത്തെ ആഴ്ച ആദില ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ നിന്ന് പുറത്തായോ? അങ്ങനെ ഒരു പ്രൊമോ ആണ് ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ടീം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്ന ആദിലേക്ക് ഒരു ഹൈപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസിന്റെ ടീം കാണിക്കുന്ന ഒരു പൊറോട്ട് നാടകം മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതല്ലാതെ ഇങ്ങനെ ഒരു മിഡ് വീക്ക് എവിക്ഷൻ നിലവിൽ ഒരു ബിഗ് ബോസിലും ഇങ്ങനെ നടത്താനുള്ള സാധ്യതകൾ കാണുന്നില്ല. കാരണം ഒരു എവിക്ഷൻ ബിഗ് ബോസിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് പ്രേക്ഷകരുടെ വോട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. പ്രേക്ഷകർ വോട്ട് ചെയ്തിട്ടായിരിക്കും. അതിൽ കൃത്രിമങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിന്റെ തരികിട പരിപാടികളോ കാര്യങ്ങളോ ഒക്കെ അവർ നടത്താറുണ്ട്. എന്നാൽ പോലും നോമിനേഷനിലുള്ള ഒരു കണ്ടസ്റ്റന്റിനെ ആയിരിക്കും മിഡ് വീക്ക് എവിക്ഷൻ വഴി പുറത്തേക്ക് വിടുന്നത്. അല്ലാതെ കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടി ചേർന്ന് ഗ്രൂപ്പ് കൂടി ഒരാളെ പുറത്താക്കും എന്നറിയാവുന്ന ബിഗ് ബോസ് ഒരിക്കലും കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടെ തെരഞ്ഞെടുത്ത് ഒരാളെ പുറത്താക്കത്തില്ല. ഇത് പല ലാംഗ്വേജുകളിലും ഇതുപോലെയുള്ള പ്രാങ്കുകൾ നടക്കുന്നതാണ്. ബിഗ് ബോസിന്റെ ഒരു നൈസ് പ്രാങ്ക് തന്നെയാണ് സംഭവം. പ്രേക്ഷകരെ ഒന്ന് ഞെട്ടിത്തെരിപ്പിക്കാൻ വേണ്ടി ഇത് കഴിഞ്ഞ സീസണുകളിലൊക്കെ ഇതുപോലെയുള്ള പ്രാങ്കുകളൊക്കെ മലയാളത്തിൽ പോലും നടന്നിട്ടുണ്ട്. ബട്ട് ഇതുപോലെ ഇത്രയ്ക്കും അങ്ങോട്ട് പുറത്താക്കുന്ന സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും കാണിച്ചിട്ടില്ല. എന്നാൽ കഴിഞ്ഞ ബിഗ് ബോസ് തമിഴ് സീസൺ 8 ആദ്യ ആഴ്ചയിൽ തന്നെ ഒരു എവിക്ഷൻ നടക്കുന്നുണ്ടായിരുന്നു. കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടി ചേർന്ന് ഒരു കണ്ടസ്റ്റന്റിനെ തെരഞ്ഞെടുത്ത് ആദ്യ ആഴ്ചയിൽ തന്നെ പുറത്താക്കി. അതും 24 hours ഫസ്റ്റ് എവിക്ഷൻ നടന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ആളെ തിരിച്ച് ഉള്ളിലേക്ക് കയറ്റി. സോ നമ്മുടെ ആദില നൂറയ്ക്ക് പുറത്ത് നല്ല രീതിയിലുള്ള നെഗറ്റിവിറ്റി സ്പ്രെഡ് ആകുന്നത് കണ്ടിട്ട് ബിഗ് ബോസിന്റെ ടീം അവരെ ഒന്ന് കയറ്റിക്കൊണ്ടുവരാനും വേണ്ടി അവർക്കൊരു ഹൈപ്പ് കൊടുക്കാനും വേണ്ടിയിട്ട് പ്രേക്ഷകർക്കിടയിൽ എന്തെങ്കിലും ഒരു സിമ്പതി വർക്കൗട്ട് ആകുകയാണെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടി ചേർന്ന് പുറത്താക്കിയതല്ലേ എന്ന് കരുതി അടുത്തൊരു നോമിനേഷനിലേക്കൊക്കെ വരുമ്പോൾ ഒരു സപ്പോർട്ട് കിട്ടാനും പുറത്തൊരു തരംഗം സൃഷ്ടിക്കാനും വേണ്ടിയിട്ട് അവർക്കൊരു ഹൈപ്പിന് വേണ്ടിയിട്ട് കാണിച്ചു കൂടുന്ന ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതല്ലാതെ ബിഗ് ബോസിൽ ഇതുപോലെ കണ്ടസ്റ്റൻസ് തെരഞ്ഞെടുത്ത ഒരാളെ പുറത്താക്കാൻ സാധിക്കത്തില്ല. അങ്ങനെ ഒരു ഫോർമാറ്റ് ഇതുവരെ ബിഗ് ബോസിൽ ഇല്ല. അത് മറ്റേതെങ്കിലുമൊക്കെ ഒരു രീതിയിൽ എവിക്ഷനിലുള്ള ആൾക്കാരെയൊക്കെ ചേർന്നായിരിക്കും മിഡ് വീക്ക് എവിക്ഷൻ നടത്താൻ പോകുന്നത്. സോ ഇത് വെറും ഒരു പ്രാങ്ക് മാത്രമായിരിക്കും. ഒന്നെങ്കിൽ സീക്രട്ട് റൂമിലേക്ക് അയക്കും, അതല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം തന്നെ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് തിരിച്ചു കയറ്റും, അല്ലെങ്കിൽ അടുത്ത ആഴ്ച ടിക്കറ്റ് ടു ഫിനാലെയൊക്കെ നടക്കുന്ന സമയത്ത് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് തിരിച്ചയക്കും. 1-2 ദിവസം അല്ലെങ്കിൽ മണിക്കൂറുകളോളം ഈ പറയുന്ന സീക്രട്ട് റൂമിൽ ഇരുത്തി ഗെയിമൊക്കെ കുറച്ച് കാണിച്ച് ബിഗ് ബോസിന്റെ ഒരു ടെസ്റ്റ് കൊണ്ടുവരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നും ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കത്തില്ല. എന്താണെങ്കിലും നമുക്ക് ഉറപ്പിക്കാം അതൊരു പ്രാങ്ക് തന്നെയാണ്. നോമിനേഷനിൽ പോലും ഇല്ലാത്തൊരു കണ്ടസ്റ്റന്റിനെ എങ്ങനെയാണ് എവിക്റ്റ് ആക്കാൻ സാധിക്കുക എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു കണ്ടസ്റ്റന്റ് എന്ന നിലയിൽ പുറത്തേക്ക് പോകേണ്ട ഒരാളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും പുറത്തേക്ക് പോകേണ്ട ഒരാൾ തന്നെയാണ്. പ്രത്യേകിച്ച് കണ്ടന്റുകളൊന്നും കൊടുക്കുന്നില്ല, എല്ലാവരെയും പിന്നീന്ന് കുത്തി ചതിച്ച് ഗെയിം കളിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ആദിലയുടെ സൈഡിൽ നിന്നും അല്ലെങ്കിൽ ആദിന നൂറ കൂട്ടുകെട്ടിൽ നിന്നും നമ്മൾ പ്രേക്ഷകരെല്ലാവരും കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഹേറ്റും ഇവർക്ക് ബിഗ് ബോസ് ഹൗസിനുള്ളിലും അതുപോലെ തന്നെ പുറത്തും കിട്ടുന്നുണ്ട്. ഇവർ ഒരിടത്തും ഉറച്ചു നിൽക്കുന്നില്ല. പ്രേക്ഷകരുടെ സപ്പോർട്ട് എങ്ങോട്ട് മാറുന്നു എന്നതിനനുസരിച്ച് ഇവരിങ്ങനെ ഗ്രൂപ്പ് മാറിക്കൊണ്ടും അതുപോലെ തന്നെ ഇവരുടെ സ്റ്റാൻഡുകൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടും ഇരിക്കുകയാണ്. കുറച്ചാഴ്ചകൾ കുറച്ച് ആൾക്കാരുടെ കൂടെ നിൽക്കും. അവർക്ക് നെഗറ്റീവോ കാര്യങ്ങളോ എന്തെങ്കിലും പുറത്തുനിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ അവർ അപ്പോൾ തന്നെ അവരുമായിട്ട് പിണങ്ങി അവരുടെ ആ ഒരു കൂട്ട് ഒഴിവാക്കി അടുത്തൊരു ഗ്രൂപ്പിലേക്ക് ജമ്പ് ചെയ്യും. എല്ലാവരെയും ഒരു ഷുഗർ കോട്ട് ചെയ്ത് നിർത്തി സേഫ് ഗെയിം കളിച്ച് മുന്നോട്ട് പോകുന്ന രണ്ടുപേരാണ് ആദിലയും നൂറയും. രണ്ടുപേരും പുറത്തേക്ക് പോകണമെന്ന് തന്നെയാണ് നല്ലൊരു ശതമാനം പ്രേക്ഷകരുടെയും ആഗ്രഹം. ബട്ട് അത് ഒന്നും നടക്കാൻ പോകുന്നില്ല. വെറുതെ ഒരു ഹൈപ്പ് ബിഗ് ബോസ് മലയാളം ഡൗൺ ഗ്രേഡിലേക്ക് പോകുമ്പോൾ കുറച്ച് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് തോന്നിയ ഒരു തന്ത്രം മാത്രമാണ് ഈ ഒരു മിഡ് വീക്ക് എവിക്ഷൻ പ്രാങ്ക്. സോ ഈ ഒരാഴ്ചത്തെ എവിക്ഷൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബിഗ് ബോസിന്റെ മറ്റൊരു തന്ത്രമാണോ എന്ന് പോലും അറിയില്ല. ഇതുപോലെയുള്ള മിഡ് വീക്ക് എവിക്ഷൻ പ്രാങ്കുകളൊക്കെ നടത്തി എന്താണെങ്കിലും നമുക്ക് നോക്കാം. നിലവിൽ ഇങ്ങനെ ഒരു അപ്ഡേറ്റും കാര്യങ്ങളും ഒന്നും കിട്ടിയിട്ടില്ല. ഇനിയിപ്പം വരുന്ന ദിവസങ്ങളിൽ എന്തെങ്കിലും ചേഞ്ചസ് ബിഗ് ബോസിന് താല്പര്യമുണ്ടോ, ബിഗ് ബോസ് പുതിയ എവിക്ഷൻ മെത്തേഡൊക്കെ അക്സെപ്റ്റ് ചെയ്യുകയാണോ എന്നും അറിയില്ല. എന്താണെങ്കിലും ഇതൊരു പ്രാങ്ക് ആയിട്ട് കരുതിയാൽ മതി, അവർക്കൊരു ഹൈപ്പ് കൊടുക്കാൻ വേണ്ടി മാത്രം. സോ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് ഷെയർ ചെയ്യുക.